പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ ജോബ് ഇങ്ങനെയാണ് വേദനയോടുകൂടെ പറയുക: ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ നിഷ്കളങ്കനും നീതിമാനുമാണ്, എന്നിട്ടും ഞാൻ പരിഹാസപാത്രമായി തീർന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ ദാസനും നിഷ്കളങ്കൻ, സത്യസന്ധൻ എന്നൊക്കെ ദൈവം വിശേഷിപ്പിച്ചവനുമായ ജോബ് ദൈവം അനുവദിച്ച സഹനങ്ങളുടെ ഇടയിൽ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്: എന്നിട്ടും ഞാൻ പരിഹാസപാത്രമായി തീർന്നു. ചിലരുടെ ജീവിതങ്ങൾ അങ്ങനെയാണ്. നിഷ്കളങ്കരായ ചില മനുഷ്യർ അകാരണമായ സഹനങ്ങൾക്കും വേദനകൾക്കും പരിഹാസത്തിനും വിധേയരായി ജീവിക്കേണ്ടി വരുന്നത് നമ്മളും കണ്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം ഇതുതന്നെയല്ലേ: എന്നിട്ടും ഞാൻ ഈ അവസ്ഥയിലായല്ലോ. ഈ അവസ്ഥയിൽ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ജീവിത സാക്ഷ്യമാണ് ജോബിൻ്റേത്. ദൈവം അനുവദിച്ച പീഡകളെ, അപമാനത്തെ, രോഗങ്ങളെ ഏറ്റുവാങ്ങുവാൻ മനസ്സ് കാണിച്ച ജോബിൻ്റെ ജീവിതത്തെ കർത്താവ് എത്ര മനോഹരമാക്കി തീർക്കുന്നുവെന്ന് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് 42-ാം അധ്യായം 12-ൽ നമ്മളിപ്രകാരം വായിക്കുന്നു: കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തേതിനേക്കാൾ ധന്യമാക്കി. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ പേറുന്ന സഹനങ്ങൾ, അപമാന ഭാരങ്ങൾ, കാരണമില്ലാതെ വഹിക്കുന്ന ഭാരങ്ങൾ, വേദനകൾ എല്ലാം നമുക്ക് ഇറക്കി വയ്ക്കാം. ഈശോ നമ്മളോടും പറയും: ഈ സഹനങ്ങളിലൂടെ വലിയൊരു സമ്മാനം നേടുവാൻ ഞാൻ നിന്നെ ഇപ്പോഴും ഒരുക്കുകയാണ്. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി നിറയട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.